കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി ഒരു 8 മാസം ഞാനും മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ അന്ന് ജോസ്ന മാഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡത്തിനായിരുന്നു അന്ന് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ മാസവും കറക്റ്റായിട്ട് നമ്മൾ ചെക്കപ്പിന് പോകും, എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 8 മാസം പൂർത്തിയായ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പെയിന് വന്നു പെട്ടെന്ന്. അപ്പോൾ എനിക്കിതിന് മുമ്പ് സ്കാനിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കുട്ടിയുടെ മറു താഴെയായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം ആദ്യം തന്നെ ഡോക്ടർ 5 മാസം കഴിഞ്ഞ ആ സ്കാനിങ്ങിൽ തന്നെ ഡോക്ടർ അപ്പോൾ 5 മാസം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ സ്കാനിങ്ങിലൊക്കെ ഇത് കണ്ടപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ എനിക്കുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു ഞാൻ. അങ്ങനെ എനിക്ക് 8 മാസം പൂർത്തിയായ സമയത്ത് എനിക്കിങ്ങനെ ഒരു വേദന വന്നു. വേദന വന്നപ്പോൾ ഇത് എന്ത് വേദനയാണ് വരുന്നത് ഒന്നും നമുക്ക് ഫസ്റ്റ് ഡെലിവറി ആകുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അങ്ങനെ വേദന വന്ന് വയറുവേദന ഭയങ്കരമായിട്ട് വേദന വന്നുകൊണ്ട് നിന്നപ്പോൾ അതേപോലെ ഈ ഒരു കയ്യിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. കൈ ഇങ്ങനെ പൊക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോവുക എന്താണെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞങ്ങൾ ആദ്യം ചെന്നത് കാഷ്വാലിറ്റിയിലാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കാഷ്വാലിറ്റിയിലാണ് ഞങ്ങൾ കാണിച്ചത്. കാഷ്വാലിറ്റി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കാണിച്ചപ്പോൾ അവിടുന്ന് ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ 8 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇങ്ങനെ പ്രസവവേദന വരാനൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ എന്ത് വേദനയാണ് ഈ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം ഞങ്ങളുടെ വാർഡിലേക്ക് മാറ്റി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് എനിക്ക് വേദന കുറച്ച് ഇത്ര കടുപ്പത്തിൽ വേദന ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന നന്നായിട്ട് കൂടി. അപ്പോൾ ആ കൂടിയ സമയത്ത് ഉമ്മ വീണ്ടും അവിടെ എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കേസുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മളവിടെ മാറ്റി നിർത്തിയതൊന്നും അവർ കാര്യമായിട്ട് വലിയ നോക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വേദന സഹിക്കാൻ പറ്റാത്ത അത്രയും കഠിനമായിട്ടുള്ള പെടഞ്ഞുകൊണ്ടിരിക്കുന്ന വേദന വന്നപ്പോൾ ഉമ്മ പിന്നെയും ചെന്നിട്ട് ഉമ്മ പറഞ്ഞു ഇങ്ങനെ വേദന കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ വേദന കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെയും വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നമുക്ക് അപ്പോൾ അറിയാം എന്ത് വേദനയാണ്, പ്രസവ വേദനയാണോ അല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം വയറ് നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടോയെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഇഞ്ചക്ഷൻ വെച്ചു. ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തുള്ള ആ കാഷ്വാലിറ്റിനോട് ചാരിക്കുന്ന ഒരു വാർഡുണ്ടായിരുന്നു. ആ വാർഡിലേക്ക് മാറ്റി അവിടെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കിടന്നു. പക്ഷേ എനിക്കവിടെ കിടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയും കഠിനമായിട്ടുള്ള വേദനയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എനിക്ക് വേദന സത്യമായിട്ട് കഠിനമായിട്ടുള്ള വേദന വന്നു. എന്ത് വേദനയാണെന്നുള്ളത് പോലും, കാരണം വേദന അപ്പോൾ എനിക്ക് ശക്തമായിട്ടുള്ള വേദന വന്നു. സാധാരണ പ്രസവ വേദന വരുന്ന സമയത്ത് നമുക്ക് വേദന വന്നു, പിന്നെ കുറച്ച് സമയം അതൊന്ന് കുറച്ച് കുറഞ്ഞു, പിന്നെ വേദന വന്നു, അങ്ങനെയല്ല ഉണ്ടാവുക. പക്ഷേ ആ സമയത്ത് എനിക്ക് നിൽക്കാത്ത വേദനയായിരുന്നു. എന്ത് വേദനയെന്ന് പോലും കാണുന്നവർക്ക് പോലും ഇത് പ്രസവ വേദനയാണെന്ന് പോലും മനസ്സിലാവാത്ത തരത്തിൽ ഭയങ്കര വേദനയായിട്ടാണ് ഞാൻ അവിടെ കിടന്നത്. എനിക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നിനും പറ്റാത്തൊരു, ഞാൻ അങ്ങനെ നേർക്ക് നിവർന്ന് നിൽക്കാനും പറ്റുന്നില്ല, എന്നാലോ ഇരിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ നന്നായിട്ട് ഇങ്ങനെ അടിവയറ്റിൽ ഇങ്ങോട്ട് നാവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം വന്ന് ചാടിക്കിടക്കണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇവരോട് ഡോക്ടേഴ്സിനോടൊക്കെ പറയുന്നത് എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും അടിവയറ്റിൽ ഇങ്ങോട്ട് തൂങ്ങിക്കിടന്നിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത അത്രയും ഒരു വേദനയായിരുന്നു ആ സമയത്ത്. അങ്ങനെ പിന്നെയും ഉമ്മൻ്റെ വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഉമ്മ ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഉമ്മ വീണ്ടും അവരോട് ചെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരി എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കൂടെ, ബ്രദർ ഉണ്ടായിരുന്നു, ഇവരൊക്കെ പുറത്താണ്, ആരും ഉള്ളിലേക്ക് കയറ്റുന്നില്ലായിരുന്നു. കാരണം അപ്പോൾ അങ്ങനെ ഇവരൊക്കെ പുറത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് നിർത്തിയിരിക്കണം. അങ്ങനെ അമ്മ വീണ്ടും ഇവരോട് ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ വേദന കണ്ടിട്ട്. എന്നാൽ അവർ ഒന്നെങ്കിൽ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ലേബർ റൂമിൽ എന്തായാലും ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അങ്ങോട്ട് വിടുക ഒന്നുമില്ല. ഈ കാഷ്വാലിറ്റിയിൽ അങ്ങനെ ഞങ്ങൾ മണിക്കൂർ കണക്കിന് നേരം ഞങ്ങൾ ഈ കാഷ്വാലിറ്റിയിൽ ഈ വേദനയും സഹിച്ച് കിടന്നു. കുറേ സമയം കഴിഞ്ഞ് എനിക്ക് വേദന കൂടി വന്ന് ലാസ്റ്റ് ഉമ്മ പോയി എന്തൊക്കെയോ കരഞ്ഞ് പറഞ്ഞപ്പോൾ
അവർ പറഞ്ഞു എന്നാൽ ലേബർ റൂമിലേക്ക് വിടാം, നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഡോക്ടർക്ക് വിളിച്ചൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ ലേബർ റൂമിലേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ കൊണ്ടുപോയി. ലേബർ റൂമിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു റൂമിൽ അങ്ങനെ ഡോക്ടർ അപ്പുറത്തുണ്ട്. അപ്പോൾ വേറെ റൂമിൽ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ എന്നെ മാത്രം അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് പറഞ്ഞു പിന്നെ എന്ത് വേദന എന്നുള്ളത് നോക്കട്ടെ, കാരണം 8 മാസമല്ലേ ആയിട്ടുള്ളൂ, പ്രസവ വേദനയാണോ എന്തോന്ന് അറിയില്ല. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു വേദന കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു വേദന അല്ലല്ലോ പ്രസവ വേദന വരിക, അപ്പോൾ എന്ത് വേദന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സിസ്റ്റർ ലേബർ റൂമിൻ്റെ അപ്പുറത്ത് റൂമുണ്ടായിരുന്നു, ആ റൂമിൽ പിന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു PV നോക്കണം എന്ന് പറഞ്ഞു. എന്ത് വേദന അറിയാൻ വേണ്ടിയിട്ട് PV നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ നീറ്റ് നിൽക്കാനോ ഒന്നിനിരിക്കാനോ കിടക്കാൻ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ ഈ PV നോക്കാമെന്നും കൂടെ പറയുമ്പോൾ അതിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് അതുവരെ അങ്ങനെ ഒരു നമ്മൾ ചെക്കപ്പിന് പോയാലൊന്നും ഇങ്ങനെ ഒരു പരിശോധന ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ എന്നെ അവിടെ കിടത്തിയിട്ട് ഇവർ ഉള്ളു പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിശോധിച്ചു. ആ സമയത്ത് എനിക്ക് വേദന അങ്ങോട്ട് നന്നായിട്ട്, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ആ സമയത്ത് മരിച്ചു പോകാമെന്ന് വരെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേദന നന്നായിട്ട് കൂടി. അപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രസവ വേദന ഒന്നല്ലല്ലോ, വികസനമൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ അപ്പം പറയുന്നുണ്ട് ആ സിസ്റ്ററോട് എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, നോക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവർ നോക്കി കഴിഞ്ഞ് എന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് അപ്പോഴത്തേന് എനിക്ക് ഇതിൻ്റെത് അപ്പോഴേക്ക് പിന്നെ എനിക്ക് മുഴുവൻ കഴിഞ്ഞൊരവസ്ഥയായിരുന്നു. അത്രയും വേദന കടിച്ച് പിടിച്ച് എനിക്കൊന്നിനും പറ്റാം. അപ്പോൾ ഞാൻ ഉമ്മനെ കണ്ടപ്പോൾ ഉമ്മൻ്റെ അടുത്ത് എത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ഇത് എന്താ വേദന എന്ന് എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു ഞാൻ. അങ്ങനെ പിന്നെ എൻ്റെ വേദന കൊണ്ട് അവർ പിന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് ആദ്യം ഡോക്ടർ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി. ഇത് കണ്ട് അപ്പോൾ വേറെ എന്നെ സാധാരണ നോക്കുന്ന ഡോക്ടറല്ല അവിടെ ഉള്ളത്, വേറെ ഡ്യൂട്ടിയിൽ വേറെ ഡോക്ടറായിരുന്നു ഉള്ളത്. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ സ്കാനിങ്ങും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഈ ഒരു മറു താഴെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ കണ്ടു. അപ്പം ഡോക്ടർ ഈ സിസ്റ്റർ എടുത്ത് പറഞ്ഞു നിങ്ങൾ സ്കാനിങ് നോക്കാതെയാണോ ആദ്യം തന്നെ PV നോക്കിയത്, കാരണം ഇത് ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് PV അങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു, അത് ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡോക്ടർ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള പറഞ്ഞിട്ട് ഡോക്ടർ എന്തോ സിസ്റ്റർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തു. അവിടുന്ന് ഡോക്ടർ ആ ഒരു റൂമിൽ തന്നെ ഉള്ളൊരിത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു കുട്ടീൻ്റെ മിടിപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോണ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് മിടിപ്പുണ്ടായിരുന്നു പറഞ്ഞാൽ കിടന്ന് പെടയുന്നൊരവസ്ഥ. എന്നിട്ട് പിന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുട്ടീൻ്റെ മിടിപ്പ് നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയിക്കോളി ഇവിടെ ഈ സമയത്ത് ഓപ്പറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അന്ന് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പണി നടക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ അടവാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനും ഇവിടെ സൗകര്യമില്ല, പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞങ്ങൾ ഈ ഒരു സമയത്ത് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ട് പോകണേ, അത്രയും വേദനയ്ക്ക്, അപ്പോൾ ഈ വേദന കുറയാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു വിടിയെന്ന് കുറേ പറഞ്ഞു ഡോക്ടറെ അടുത്ത്. അപ്പോൾ അത്രയും വേദന കൊണ്ട് ഞാൻ കിടന്ന് പെടയാണ്. അപ്പോൾ എന്നെയും കൊണ്ട് ആ ഒരു സമയത്ത് ഇനി എങ്ങോട്ടാ പോവാന്നുള്ള ആ ഒരു പ്രശ്നമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ളൊരു സാമ്പത്തിക ശേഷി അന്ന് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ വരാനും കാരണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടീൻ്റെ മിടിപ്പ് കുറയുന്നുണ്ട്, അപ്പോൾ ഇവിടെ സ്കാനിങ്ങും ഈ സമയത്ത് പറ്റില്ല, അപ്പോൾ സ്കാനിങ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ സമയത്ത് സ്കാനിങ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബ്രദറും ഹസ്ബൻഡൊക്കെ പുറത്തുണ്ട്. അപ്പോൾ അവരെന്തൊരാവശ്യത്തിന് അവരെ വിളിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ വിളിച്ച് ഞങ്ങൾ അവരെ ഫോണിൽ വിളിച്ചിട്ട് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടാണ് ഞാൻ ആ സമയത്ത് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ കയറി വരുന്ന സമയത്ത് സെക്യൂരിറ്റി തടഞ്ഞു വെച്ച് അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമായി. സെക്യൂരിറ്റീൻ്റെ ബ്രദറിനെ അടിച്ചൊക്കെ ചെയ്തു, കാരണം അന്നവിടെ ഒരു ലേഡി ആയിരുന്നു സെക്യൂരിറ്റി ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അങ്ങോട്ട് കയറാൻ സമ്മതിച്ചില്ല, ഇവരെന്തോന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് പ്രൈവറ്റിൽ പോകാനുള്ള സാഹചര്യം അപ്പം ഇല്ല. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. എന്നാൽ പിന്നെ അത്രയും വേദന എടുത്ത് പിടഞ്ഞ് പോകാനോ നടക്കാനോ ഒന്നിനും പറ്റാത്ത തന്നെ അവിടുന്ന് ആ സമയത്ത് ഞങ്ങളെ പോകാൻ പറഞ്ഞിട്ട് വിട്ടു ഡോക്ടർ, ആ ലേബർ റൂമുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ. അങ്ങനെ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വേദന കണ്ടിട്ട് ഉമ്മ പറയുന്നുണ്ട് ഈ വേദനയ്ക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എന്തെങ്കിലും നിങ്ങൾ വെച്ചിട്ട് പറഞ്ഞു വിടിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ കേട്ടില്ല, അവർ പോകാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു ആംബുലൻസ് പോലും
കാരണം വണ്ടിയിൽ ഇരിക്കാൻ പറ്റാത്ത എനിക്ക് ഒരു ആംബുലൻസ് റെഡിയാക്കി തരാൻ പറഞ്ഞിട്ട് ആംബുലൻസ് ചോദിച്ചപ്പോൾ ആംബുലൻസ് ആ സമയത്ത് അപ്പോൾ അവരുടെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു. അങ്ങനെ ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെ നേരെ അവിടെ അടുത്തുണ്ടായിരുന്ന മഞ്ചേരി അടുത്തുണ്ടായിരുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ സ്കാനിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടുത്തെ നേരെ അവിടെ ചെന്ന് നേരെ ലേബർ റൂം കയറ്റി ആ ഡോക്ടർ എന്നെ നോക്കിയ സമയത്ത് ഡോക്ടർക്ക് സംഭവം കാര്യമൊക്കെ ആ സമയത്ത് അവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വിട്ട ഒരു ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്നെ അവിടെ എടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാവും ആ ഡോക്ടറും പറഞ്ഞു നിങ്ങൾക്ക് ഈ സമയത്ത് ഇപ്പം പറ്റൂല, ഇവിടെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമായിട്ടുണ്ട്, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടീൻ്റെ മെഡിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഭാര്യൻ്റെ എൻ്റെ ജീവനെ രക്ഷിക്കണമെങ്കിൽ തന്നെ നിങ്ങളൊരു അരമണിക്കൂർ കൊണ്ടെങ്കിലും അവിടെ എത്തണം, എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും ഇവർ ആകെ ഞങ്ങളുടെ അടുത്തൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾക്കൊരു ആംബുലൻസ് റെഡിയാക്കി തരുന്നത് കേട്ടോ. അവിടെ നിന്ന് ഒരു ആംബുലൻസിൽ ഞങ്ങളെ കയറ്റിയിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു, കോഴിക്കോട്. അങ്ങനെ നേരെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്രയും സ്പീഡിൽ അങ്ങനെ പോയതുകൊണ്ട് അവിടെ എത്തി. മെഡിക്കൽ കോളേജിൽ എത്തിയ പാടന്നെ അവർ നേരെ എന്നെ ലേബർ റൂമിൽ കയറ്റി നേരെ ചെയ്ത്. അപ്പോൾ അവർ നോക്കിയ സമയത്ത് പറഞ്ഞു കുട്ടീൻ്റെ മിടിപ്പൊക്കെ പോയിട്ടുണ്ട്, പിന്നെ മറു പൊട്ടി പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രഷർ നന്നായിട്ട് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഷർ കൂടിയതൊന്നും അവിടുന്ന് നോക്കിയതുമില്ല, മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ നിന്ന് നോക്കിയതുമില്ല. അങ്ങനെ ആകെ ഇതായി. അങ്ങനെ കുട്ടീൻ്റെ ആ ഒരു അത്രയും സമയം ഇവരവിടെ ഞങ്ങളെ വിട്ടതുകൊണ്ടും അതേമാതിരി അത്രയും സമയം മെയിൻറ്റെയിൻ ചെയ്യാതെ ആ ഒരു മഞ്ചേരിയിൽ ഞങ്ങളെ കിടത്തിയ കാരണം കോഴിക്കോട് എത്തിയപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കെൻ്റെ കണ്ണിന് പ്രഷർ കൂടിയിട്ട് അത്രയും പ്രഷർ കൂടി കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പിന്നെ പോയി, അങ്ങനെ മങ്ങി ഒന്നും കാണാത്തൊരവസ്ഥയായിരുന്നു. എനിക്കൊന്നും കാണില്ല, ചുറ്റും കണ്ണ് തുറന്നാൽ ചുറ്റും ഇരുട്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോഴേക്കും എനിക്ക് ഞാൻ ആംബുലൻസിലൊക്കെ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരുക, ആംബുലൻസിൽ കിടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റാതെ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ആ ഒരു നൃത്തം നിന്നിട്ടാണ് അവിടെ വരെ കോഴിക്കോട് വരെ എന്നെ കൊണ്ടുപോയത്. കാരണം എൻ്റെ വേദനേൻ്റെ ഒരു കടുപ്പം കൊണ്ട് എല്ലാവരും കൂടെ എന്നെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കുട്ടി പോയ വിവരമൊന്നും, ഞാനും എൻ്റെ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്ത് കുട്ടീനെടുത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബോധമൊക്കെ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ട്, വേദനേൻ്റെ അത്രയും ഊക്കും. അങ്ങനെ അപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, കാരണം എല്ലാവരുടെ അടുത്തേക്കും കുട്ടികളെ പാൽ കൊടുക്കാനും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് മാത്രം കുട്ടീനെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ കുട്ടി അവിടെ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എൻ്റെ ഉമ്മനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ആ കുട്ടി ICUലാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ എന്നെ ICUക്ക് മാറ്റി. അതൊക്കെ കഴിഞ്ഞ് അവിടേക്കും ഇതുപോലെ തന്നെ ഞാനങ്ങനെ കിടക്കുന്നത് എനിക്കൊന്നും കാണുന്നില്ല. പക്ഷെ എനിക്ക് കണ്ണിന് കാണുന്നേ ഇല്ലായിരുന്നു. ഞാൻ അറിയുന്നുണ്ട് അടുത്ത ആളുകളുടെ അടുത്തേക്കൊക്കെ, അടുത്ത് കിടക്കുന്ന ആളുകളുടെ അടുത്തേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നതും പാൽ കൊടുക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കുട്ടിയുടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാരും പറയണമില്ല. അങ്ങനെ പിന്നെ കുട്ടീനെ ഇവർക്ക് കൊടുത്തത് കുറേ സമയം കഴിഞ്ഞാരെന്ന് പറഞ്ഞു. കാരണം കുട്ടി മരിച്ചതുകൊണ്ട് അവർ നമുക്കിനി അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ വേസ്റ്റിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയമായിട്ടും കുട്ടീനെ കാണാതായപ്പോൾ ഉമ്മ ചെന്ന് ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ അവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ ഒരു മൂലയ്ക്ക് എറിഞ്ഞ പോലെ ഇട്ടിക്കാണെന്നാണ് പറഞ്ഞത് ഉമ്മ. അങ്ങനെ ഇവർ അവിടെ നിന്ന് എടുത്ത്. അപ്പം ഉമ്മ അവരോട് കുറേ ചീത്തൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് മരിച്ചതാണെങ്കിലും കുട്ടീനെ ഞങ്ങൾക്ക് വേണം, അതിൻ്റെ ബാക്കി കർമ്മങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്, പിന്നെ കുട്ടീനെ മറവ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പിന്നെ കുട്ടീനെ അതിൽ നിന്ന് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ കുട്ടീനെ അതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് ആ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ഒരു മൂലയിൽ ഒരു ബക്കറ്റിൽ വേസ്റ്റ് ഇട്ടിട്ട് ബക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് കുട്ടീൻ്റെ മേലിന് ആ പ്ലാസ്റ്റിക്കൊക്കെ നന്നായിട്ട് ഒട്ടി പിടിച്ച് നിൽക്കുമായിരുന്നു. അതൊക്കെ എടുത്ത് ഒഴിവാക്കി ഇവർ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് കുട്ടീനെ നമ്മൾ പള്ളിയിൽ മറവ് ചെയ്തതൊക്കെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്തേക്ക് കുട്ടീനെ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ആരും കാണുന്നുണ്ടായിരുന്നില്ല. കണ്ണിന് ഒട്ടും കാഴ്ച കാണുന്നില്ലായിരുന്നു, കണ്ണിന് അത്രയും ഇരുട്ടായിരുന്നു, ഒന്നും കാണാം. അപ്പം അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ കുട്ടീൻ്റെ മുഖം പോലും എങ്ങനെയാണെന്ന് പോലും കാണാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം തന്നെ അവർ സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ചെയ്യാനോ എന്താണ് അപ്പം ചെയ്യുക, അത്രയും സീരിയസ് ആയ
മഞ്ചേരിയിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞേക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് മിടിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അവർ അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് അവർ കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്കും ആ കുട്ടീനെ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ ഒരു ഹോസ്പിറ്റലിലെ ആളുകൾ മൈൻഡ് ചെയ്യാതെ അവർ കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തരാതെ ഇനിയൊരു പെണ്ണിൻ്റെയും കൂടി ഇതുപോലൊരവസ്ഥ നമ്മളെ ഇവിടെ ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും എനിക്കുണ്ട്. ഞങ്ങൾ നമുക്ക് പോകാനുള്ളത് ഏതായാലും പോയി, നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ എന്തായാലും നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം. പക്ഷേ ഇനിയൊരു ഇതുപോലെ പ്രസവ വേദനയും വന്നിട്ട് ഇതുപോലെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് വിട്ട് ഒരിടത്ത് കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഇനിയൊരു പെണ്ണിന് ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ടെൻഷനും സങ്കടവും ഏതൊരു പെണ്ണിനും മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമുക്ക് ഇത്രയും മാസങ്ങൾ നമ്മൾ കുട്ടീനെ വയറ്റിലിട്ട് കൊണ്ട് നടക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. ഇനി ഇതുപോലൊരു അവസ്ഥ ഒരു പെണ്ണിനും ഒരു കുടുംബത്തിനും ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ 10-15 ദിവസത്തോളം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു. കാരണം കണ്ണിൻ്റെ കാഴ്ച തെളിഞ്ഞ് വരാനുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞാലാണ് കണ്ണൊക്കെ ഒന്ന് ശരിയായതും പ്രഷറൊക്കെ ഒന്ന് കുറഞ്ഞ് നോർമലായി കണ്ണൊക്കെ തെളിഞ്ഞ് വന്നത്. അപ്പോഴേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മൾ പ്രസവിച്ച് കിടക്കുകയാണല്ലോ, അപ്പോൾ ആ ഒരു സമയം അത്രയും ദിവസം ഞാൻ അവിടെ കിടന്നപ്പോൾ മറ്റുള്ള ആളുകളുടെ കൂടെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും കുട്ടി കിടക്കുന്നുണ്ട്, എല്ലാവർക്കും കുട്ടിക്ക് പാൽ കൊടുക്കാനും ഒക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് മാത്രം കുട്ടിയില്ല, കുട്ടി കൊണ്ടുവന്ന് തരുന്നില്ല, ഒന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മളവിടെ അത്രയും ദിവസം ഒരു രോഗിയെ പോലെ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അപ്പം ഞാൻ അനുഭവിച്ച ആ ഒരു വേദനയും ആ ഒരു ഫീലിങ്ങും എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഏതൊരു പെണ്ണിനും മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവരുത്. കാരണം കുട്ടി മരിക്കുക അതൊക്കെ ഓരോരുത്തരുടെ വിധിയും കാര്യമൊക്കെയാണ്, ഓക്കെ. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ടത്ര ഒരു ചികിത്സ കിട്ടാതെയോ പരിഗണന കിട്ടാതെ ഒരു പെണ്ണിനും ഇതുപോലൊരവസ്ഥ ഇനി ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇനി ഇങ്ങനൊരു അവസ്ഥ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിനോട് ഇതുപോലെ വേദന അനുഭവിച്ച് വരുന്ന ഒരാളോടും ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലൊരു അവസ്ഥ ഇനി ഒരാളോടും ചെയ്യരുത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.